ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഫോട്ടോ വെച്ച് വന്നേക്കാം കേട്ടോ. നാട്ടിൽ വന്ന ശേഷം എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാമെന്ന്. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്. അവളെ ആദ്യം തന്നെ പറയുന്നു വ്ളോഗിൽ വരില്ലാന്ന്. പിന്നെ ഇപ്പോൾ ഒരു കണക്കിന് ഞാൻ അവളെ പുഷ് ചെയ്ത് ശരിയാക്കിട്ടോ. ചുമ്മാ വെറുതെ വീട്ടിലിരിപ്പാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് എവിടെയെങ്കിലും ഈ ഫോട്ടോസിൽ തന്നെ കുറേ നാളായി. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഔട്ട്ഡോർ ഷൂട്ടിനാണ് വന്നേക്കണത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടുത്തെ കടകളിലൊക്കെ ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. നമുക്കെല്ലാവർക്കും ഒരു കളിക്കൂട്ടുകാരി ഒക്കെ ഉണ്ടാവില്ലേ? അതുപോലെ എൻ്റെ കളിക്കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവള്. ഞങ്ങൾ തത്തുന്ന് വിളിക്കും. അവളെ ശരിക്കും പേര് ഹണി എന്നാണ്. 1 വയസ്സ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഞങ്ങളുണ്ടല്ലോ ചെറുപ്പത്തിലെ കുറേ കുസൃതികളൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കളിച്ച് വളർന്നൊക്കെയാണ്. എന്നാൽ ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര വലിയ പ്ലാനിങ് ഒക്കെ നടത്തും. അവസാനം ഒന്നും നടക്കില്ല. എന്നവാ ജസ്റ്റ് ഫോട്ടോ വെച്ച് വരെ പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയായിരുന്നേ. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ കഴിയില്ല. അങ്ങനെ രാവിലെ പുറപ്പെട്ടു കേട്ടോ ഫോട്ടോ വെച്ചിൽ. അങ്ങനെ രാവിലെ പുറപ്പെട്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ കണ്ട കാശി ആർട്ട് കഫേ കയറിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒട്ടക്കത്തെ പ്രൈസാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം കയറാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. പിന്നെ തത്വമാണെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കഴിച്ച സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ പ്രൈസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു ഓംപ്ലേറ്റിനും ഫ്രൂട്ട്സിനുമാണ് ഇത്ര പ്രൈസ്. അല്ലാട്ടോ, അതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ടേ. പിന്നെ അത്രയാവും. കാരണം ഫോറിൻ ബ്രേക്ക്ഫാസ്റ്റും അതുപോലത്തെ ഫുഡാണ് ഇവിടുത്തെ മെയിൻ. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോ ഏത്തപ്പഴം പുഴുങ്ങി തിന്നാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എൻ്റെ ഡയലോഗ് ഫുള്ളും. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, എടി നമ്മൾ കഴിച്ച സാധനത്തിൻ്റെ പ്രൈസ് ഒന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് വേണം നമ്മുടെ ആലോചന ഫുള്ളൊന്നും. പിന്നെ അതൊക്കെ മറന്നു. ഞങ്ങൾ പിന്നെ യാത്രയായി ഗൈസ്. നമ്മളിപ്പോൾ ഡേവിഡ് ഹാർട്ട് ഗാലറി കഫേയിൽ കയറാമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കയറിയിട്ടില്ല. തത്തു പറഞ്ഞ ഭയങ്കര സംഭവമാണ്. പിന്നെ മറ്റേ പാട്ടില്ലേ മഴയേ മഴയേ മഴയേ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ അതിൽ കാണിക്കാറുണ്ട് ആ ഒരു. അങ്ങനെ മഴയേ മഴയേ പാട്ടും പാടി ഞങ്ങൾ അകത്തേക്ക് ചെന്നു. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും നോക്കി ഇങ്ങനെ നടന്നു. അതേ പറഞ്ഞാൽ ഇവിടത്തെ ഈ മ്യൂസിക് ഒക്കെ ശരിക്കും നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്തൊരു സംഭവം ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനായിട്ട്. ഇനി എന്താ മുമ്പില്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഇവിടെ കേക്ക് കണ്ടപ്പോൾ കേക്ക് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ വിചാരിച്ചു കേക്ക് കഴിക്കാറ്. അങ്ങനെ കേക്ക് പീസൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കുരിയച്ചൻ്റെ പള്ളി കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അതും ഇതൊക്കെ നോക്കി പയ്യെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ്
ഇങ്ങനെ നടന്നു. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മട്ടാഞ്ചേരി ജൂത പള്ളിയിലേക്കാണ്. അതുവഴി പോകുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെത്രയാ? 300. നല്ല സുന്ദരത്തിന്റെ പ്രൈസ് ഒക്കെ ചോദിച്ചു. ഇങ്ങനെ കടകളിലായിട്ട് കയറിയൊക്കെ നടന്നിറങ്ങി. അങ്ങനെ ഞങ്ങൾ സിനഗോഗിന്റെ അടുത്തേക്ക് എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുമായിരുന്നു, എല്ലാം നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ പ്രാർത്ഥന ഹാളിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയുള്ള ഓരോ വസ്തുക്കളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളാണ്. പിന്നെ നമ്മൾ ആ ക്ലോക്ക് ടവറിന്റെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും പയ്യെ നടന്നു. കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി പോകണം. പിന്നെ ഞങ്ങൾ പോയത് വെള്ളാപ്പാട് പള്ളിയിലായിരുന്നു. നല്ലൊരു പള്ളിയാണ് കേട്ടോ അത്. അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് കുറച്ച് ചപ്പൽസ് ഒക്കെ നോക്കി. പിന്നെ നമ്മൾ പെൺപിള്ളേർ എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ അവിടെ കുറേ നേരം നിൽക്കുമല്ലോ. അപ്പം അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് കുറേ സമയം പോയിട്ടാ. അങ്ങനെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. അങ്ങനെ സമയം പോയി. പുറത്തേക്ക് ഇറങ്ങിയ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് വിശന്നു. അപ്പോൾ നമ്മൾ 2 ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എവിടെയും കയറാൻ നിന്നില്ല, വീട്ടിലേക്ക് എത്തണം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ്. എൻ്റെ വീഡിയോസൊക്കെ കാണാം. ആ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതൊരു ബൈ.